80കളിൽ താങ്കൾ പഠിക്കാനും ജോലിക്കുമായിട്ട് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. യെസ്. എന്നിട്ട് താങ്കൾ ഒരു 10-15 വർഷത്തെ അവിടുത്തെ ഒരു ജീവിതത്തിന് ശേഷം മടങ്ങി വന്നു. കറക്റ്റ്. അതിൻ്റെ റീസൺസ് താങ്കൾ പറഞ്ഞു. നമുക്ക് ഈ കഴിഞ്ഞ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പണ്ട് കാലം മുതൽ ജനം മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മൈഗ്രേറ്റ് ചെയ്യും, നാളെ മൈഗ്രേറ്റ് ചെയ്യും. അത് ഇപ്പോൾ അമേരിക്കയിലുള്ളവർ ഓസ്ട്രേലിയയിൽ പോകുന്നു, ഓസ്ട്രേലിയയുള്ളവർ അമേരിക്കയിൽ പോകുന്നു, അതൊക്കെ പോസിബിളാണ്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്തെ പറ്റി ഞാൻ പറയാം, ഇന്ത്യ മൊത്തത്തിൽ പറയുന്നില്ല, കേരളം പോലൊരു സംസ്ഥാനത്തിൽ നമ്മൾ യൂത്ത്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഭയങ്കരമായിട്ട് മൈഗ്രേഷൻ, കാരണം പല റീസൺസാണ് ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഉള്ള താങ്കളുടെ ചിന്താഗതി അത് ചേഞ്ച് ഇവിടെ വന്നിട്ടും പല സമയം കഴിഞ്ഞിട്ടാണ് താങ്കൾക്കത് ചേഞ്ച് ആയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോകുന്ന പ്രത്യേകിച്ച് കഴിവുള്ള, ഇപ്പം താങ്കളെപ്പോലെ തന്നെ കഴിവുള്ള ധാരാളം കുട്ടികൾ ആ കഴിവ് നമ്മുടെ രാജ്യത്ത് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പറഞ്ഞു വിടുകയാണ്. ദേ ആർ ഗോയിങ്, പോകുന്നവർ തിരിച്ചു വരുന്നില്ല. ഇങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി BJP സർക്കാർ അല്ലെങ്കിൽ താങ്കളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ താങ്കളുടെ കാഴ്ചപ്പാടിലോ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക? നമ്മൾ ഫിസിക്സിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഫിസിക്സ് എല്ലാം പഠിച്ചിട്ടില്ലേ? ഞാൻ വേറൊരു ലോ പറഞ്ഞുതരാം. എൻ്റെ ഒരു ലോ ആണത്. ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, ഒരു സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ടാലൻറ്റ് നോക്കിയിട്ടാണ്. ടാലൻറ്റ് പോകുന്നത് അവസരം ഉള്ള സ്ഥലത്തിലാണ് പോകുന്നത്. അപ്പോൾ കഴിവുള്ള കുട്ടികൾ കേരളത്തിലുണ്ട്, മറ്റ് സംസ്ഥാനത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷെ ആ കുട്ടീനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തടഞ്ഞു ഇടാൻ പറ്റില്ല. കാരണം ആ കുട്ടി പോകുന്നത് അവസരങ്ങൾ നോക്കിയിട്ട് പോകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് സർക്കാരാണെങ്കിലും, ഞങ്ങളുടെ സർക്കാരാണോ, ഒരു സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള സർക്കാർ ചെയ്യേണ്ടത് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, സ്റ്റേറ്റിൻ്റെ ഏറ്റവും വാല്യുബിൾ ഇക്കണോമിക് ആസറ്റ് ഗോൾഡും സിൽവറും പണവും ഒന്നുമല്ല, നമ്മൾ കുട്ടികളാണ്.